ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അച്ചമ്മയ്ക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അച്ചമ്മയുടെ ഒരു ചോദ്യം, ശ്രുതി, നിൻ്റെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കുകയാണല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ വല്ലാത്തൊരു സ്തംഭിച്ച് നിൽക്കുകയാണ്. അല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, എൻ്റെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കുകയാണ് അച്ചമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും അച്ചമ്മ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അല്ല, ഇവിടെ 3 മരുമക്കളുണ്ട്. രേവതിയുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ ഇപ്പോൾ അമ്മയും അനിയന്മാരും അനിയത്തിയും ഒക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ വർഷയുടെ വീട്ടിൽ നിന്നും വരാറുണ്ട്. പക്ഷേ ശ്രുതി, നിന്റെ വീട്ടിൽ നിന്നും മാത്രം എന്താ ആരും വരാത്തത്? നിന്റെ അച്ഛൻ പോലും വന്നിട്ടില്ലല്ലോ ശ്രുതി. ഇത് കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ അച്ഛമ്മേ, അച്ഛൻ ജയിലിൽ കിടക്കുകയല്ലേ, അപ്പം പിന്നെ എങ്ങനെ വരാനാണ് അച്ഛമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ജയിലിൽ ഇപ്പോഴല്ലേ, പക്ഷേ നിന്റെ കല്യാണത്തിന് പോലും നിന്റെ അച്ഛൻ വന്നിട്ടില്ലല്ലോ, അതെന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് കലി വരിക. അപ്പം ശ്രുതിയാണെങ്കിൽ, എൻ്റെ ദൈവമേ, മൂലക്ക് കിടന്നേച്ചാൽ മഴ എടുത്ത് എൻ്റെ കാലിട്ട് പോലെ ആയി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ശ്രുതി എന്തൊന്നും മിണ്ടാത്തത്? അത് പിന്നെ എനിക്കറിയില്ല അച്ഛമ്മേ, അന്ന് കല്യാണത്തിന് അച്ഛന് വരാൻ പറ്റിയില്ല. അച്ഛൻ എന്തെങ്കിലും തിരക്ക് കാണും, അതുകൊണ്ടായിരിക്കും അച്ഛൻ വരാൻ പറ്റാതെ മാറി നിന്നത്. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണല്ലോ. അല്ല മോളെ ശ്രുതി, നിൻ്റെ അമ്മയില്ലേ, അമ്മ നിനക്ക് എന്ത് പ്രായമുള്ളപ്പോഴാണ് മരിച്ചത്? പറ മോളെ, എന്ത് പ്രായമുള്ളപ്പോൾ മരിച്ചത്? അത് പിന്നെ എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മരിച്ചു പോയത് എന്ന് പച്ചക്കള്ള അവിടെ ശ്രുതി പറയുക. ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചുവെന്ന് വരെ അവിടെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, കഷ്ടമായി പോയല്ലേ മോളെ. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു അല്ലേ മോളെ? അതെ അച്ഛമ്മേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. അല്ല, നിനക്കൊരു ഇളയച്ചനില്ലേ? ആ ഇളയച്ചൻ എന്താ ഫംഗ്ഷന് വിളിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ഇളയച്ചൻ ദുബായിലല്ലേ, ഇളയച്ചൻ ഇവിടെ ഇല്ലല്ലോ മോളെ. എങ്കിലേ ഒരു കാര്യം ചെയ്യ്, നീ ഇളയച്ചനൊന്ന് ഫോൺ വിളിച്ചു തരുമോ? ഇളയച്ചൻ ഞാൻ കണ്ടിട്ട് കുറേ നാളായല്ലോ, അതുകൊണ്ടൊന്ന് ഫോൺ വിളിച്ചാ. അയ്യോ അച്ഛമ്മേ, ഫോൺ വിളിക്കണ എങ്ങനെയാ അച്ഛമ്മേ? ഇനി ഒരു ദിവസം ആവട്ടെ. ഇളയച്ചൻ അവിടെ വലിയ തിരക്കിലായിരിക്കും. എന്നാലും എൻ്റെ പൊന്നുമോളെ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? കുറേ നേരമായല്ലോ എന്ന് ഈ അച്ചമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ശ്രുതി അവിടെ. ഇത് കേട്ട അച്ചമ്മയാണെങ്കിൽ, നീ എന്തിനാടി എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അച്ചമ്മേ, അത് ഞാൻ ദേഷ്യപ്പെട്ടതല്ല, അച്ചമ്മയോടൊന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞ, കാരണം ലിപ്പിൽ ലിപ്സ്റ്റിക് ഇടണ്ടേ, അതുകൊണ്ടാ ഞാനൊന്ന് മിണ്ടാതിരിക്കാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ അച്ചമ്മേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്ന് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിങ്ങനെ കൊടുക്കുകയാണ്. ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും ചേരൂല്ലെന്നേ, ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മുറുക്കാൻ ചവച്ച പോലെ ഉണ്ടാകും. അതൊന്നും ഇല്ലെന്ന് അച്ഛമ്മേ, ഞാൻ ഇത് ലൈറ്റായിട്ട് അടിച്ചു തരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അച്ഛമ്മേ, ഇനിയേ കണ്ണാടിയിലൊന്ന് നോക്കിയേ, അച്ഛമ്മ എത്ര സുന്ദരിയായിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ച് നമ്മുടെ അച്ഛമ്മയ്ക്ക് കണ്ണാടിയൊക്കെ കാണിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട് അച്ഛമ്മേ? അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാലോ എന്ന് പറയാ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ, എങ്കിൽ നമുക്കൊരു സെൽഫി എടുത്താലോ അച്ഛമ്മേ? പിന്നെന്താ, എടുക്കാലോ. അങ്ങനെ സെൽഫി എടുക്കുകയാണ്. അതിനുശേഷം അച്ഛമ്മയാണെങ്കിൽ, ഞാനെങ്കിൽ പൊയ്ക്കോട്ടെ. ശരി അച്ഛമ്മേ, അച്ഛമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മനെ പറഞ്ഞു വിടുക. അപ്പോഴേക്ക് ശ്രുതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അച്ഛമ്മ കരുതി വെച്ചിരിക്കുന്ന ആ സർപ്രൈസ് അതെനിക്ക് തന്നെയായിരിക്കാം, കാരണം മേക്കപ്പ് ഇട്ടത് അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തന്നെയായിരിക്കും ആ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ കിടന്നിങ്ങനെ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രവിയാണ്. അപ്പോൾ രവിയാണെങ്കിൽ എല്ലാവരെക്കാളും സുന്ദരനായിട്ട് നല്ല അടിപൊളി ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് വരിക. അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ, അച്ഛാ, എന്താ ഇത്? അച്ഛന് ഫ്രീക്കനായിട്ടുണ്ടല്ലോ എന്നെ പോലെ എന്ന് പറഞ്ഞപ്പോഴേക്കും, എടാ, ഞാൻ ഫ്രീക്കനൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ നിന്നെ പോലെ അല്ല, പറഞ്ഞ മനസ്സിലായോടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ, ഞാൻ നിന്നെ പോലെ അല്ലട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കളിയാക്കലും പരിപാടികളൊക്കെ നടക്കുക. അപ്പോഴാണ് അച്ഛമ്മ ഇറങ്ങി വരുന്നത്. അച്ഛമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തിച്ചു പോയി. അപ്പോൾ, അമ്മേ, എന്താ അമ്മ ഈ കാണുന്നത്? അമ്മ ഇങ്ങനെ ആയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും, എടാ രവി, എങ്ങനെയുണ്ടറാ? ദേ, ഇവളോട് ഞാൻ പറഞ്ഞതാ,
മേക്കപ്പ് ചെയ്യണ്ട എന്ന്. എന്നിട്ട് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി മേക്കപ്പ് ചെയ്യിച്ചു. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അച്ചമ്പ ഇപ്പോൾ നല്ല സുന്ദരിയായിട്ടില്ലേ? പക്ഷേ ഇത് കേട്ട രേവതിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം രേവതി എടുത്ത് വായിക്കും, അതിന് എൻ്റെ അച്ഛമ്മ സുന്ദരി തന്നെയാണ് ശ്രുതി. സുന്ദരിയാക്കാൻ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അച്ഛമ്മയുടെ മുഖം നോക്കി എന്തൊരു ഐശ്വര്യമുള്ള മുഖമാണെന്നറിയാവോ? അതിന് മേക്കപ്പ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രവിയോട് നമ്മുടെ അച്ഛമ്മ, കേട്ടോടെ രവി, എൻ്റെ രേവതി മോള് പറഞ്ഞത് കേട്ടില്ലേ? അച്ഛമ്മേ അല്ല അമ്മേ, രേവതി പറഞ്ഞത് 100% ശരിയാണ്. എൻ്റെ അമ്മയുടെ മുഖം നല്ല തെളിഞ്ഞ മുഖമാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ അമ്മയാണ് ദേവത. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ സുധിയാണെങ്കിൽ, അച്ഛ എന്താ പറഞ്ഞത്? അച്ഛൻ കണ്ടതിൽ വെച്ച് സ്ത്രീകളെ അമ്മയാണ് ദേവതയെന്നോ? അപ്പം എൻ്റെ അമ്മയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ പറയാ, അതെ സുധിച്ചേട്ടാ, അച്ഛമ്മയാണ് ദേവതയെന്ന് പറഞ്ഞല്ലോ. അപ്പം പിന്നെ ആൻറ്റി ആരായിരിക്കും? തകടപ്പോഴേക്കും ദേ ചന്ദ്ര കേൾക്കണ്ട. ചന്ദ്ര കേട്ട് കഴിഞ്ഞാലേ എല്ലാവരുടെയും പണിക്കുറ്റം തീരും. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് മിണ്ടാതിരുന്ന എല്ലാവരും എന്ന് അച്ഛമ്മ പറയണം. അത് ശരിയാണ് എൻ്റെ ദൈവമേ, മിണ്ടാതിരിക്കാവോ? അവള് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ അച്ഛമ്മയാണെങ്കിൽ നേരെ ഈ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, മോളെ സച്ചി എവിടെ? സച്ചി എന്താ വരാത്തത്? അവനൊന്ന് വിളിച്ചു നോക്കിയേ. ഇത് കേട്ട രേവതിക്ക് ആകെ സങ്കടം തോന്നിക്കുക. വിളിക്കും മോളെ, സച്ചി ഇതുവരെ വന്നില്ലല്ലോ, അവൻ ഇങ്ങനെ മാറി നിൽക്കേണ്ടതല്ലല്ലോ. അപ്പോൾ രേവതി സച്ചിയെ വിളിച്ചു നോക്കുക. പക്ഷേ ഈ സച്ചിയും അതേപോലെ തന്നെ ഈച്ചയും കൂടി എവിടെയോ പോകാനുള്ള പരക്കം പാച്ചില്ല. അപ്പോൾ രേവതിയുടെ കോള് വരുന്ന ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഈച്ചയാണെങ്കിൽ എടാ സച്ചി, ദേ രേവതിയെ വിളിക്കുന്നത്, നീ എടുക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും എടുക്കണ്ട, അവിടെ കിടന്ന് വിളിക്കട്ടെ എന്ന് സച്ചി പറയുക. അപ്പോൾ രേവതി, അച്ഛമ്മേ സച്ചിയേട്ടൻ ഫോൺ എടുക്കുന്നില്ലേ? അവനെന്താ പറ്റിയത്? എന്നാ ഫോൺ എടുക്കാത്തത്? അപ്പോഴേക്കും സുധി, എങ്ങനെ ഫോൺ എടുക്കാനാ? കുടിച്ചില്ലേക്ക് കേട്ട് എവിടെയെങ്കിലും ബോധമില്ലാതെ കിടക്കുന്നുണ്ടാവും. അപ്പം പിന്നെ ഫോൺ എടുക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ പറയുകയാണ്. നീ ഒന്ന് പോടാ, എൻ്റെ മോൻ അങ്ങനെ കുടിക്കൊന്നുമില്ല, നീയാ എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാനായോ? എന്തൊക്കെ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. മോളെ രേവതി, അവൻ വന്നോളും, നീ സങ്കടപ്പെടാതിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോകും. രേവതിക്കാണെങ്കിൽ എല്ലാം കേട്ടിട്ട് ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതി അടുക്കളയിൽ പരക്കമാനിയുള്ള ജോലിയിലാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മ അവിടെ കയറി ചെല്ലുകയാണ്. രേവതി, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ മോളെ? നീ ഇത് എന്തെടുക്കുകയാണ്? അച്ഛമ്മ ഇവിടെ കുറേ പണിയുണ്ട് അച്ഛമ്മേ, ഞാൻ പെട്ടെന്ന് തീർക്കട്ടെ. പെട്ടെന്ന് തീർക്കണ്ട, മോള് പോയി ഡ്രസ്സ് ചെയ്യ്. എത്ര സമയമെന്നറിയാവോ? ഡ്രസ്സ് ചെയ്യാനോ? ഇപ്പം സമയമില്ല, ഞാൻ പിന്നീട് ചെയ്തോളാം. ഇവിടെ കുറേ ജോലികളില്ലേ, നീ മാത്രമേ വീട്ടിൽ ജോലി ചെയ്യാനുള്ളോ? ഇവിടെ വേറെ 2 പെണ്ണുങ്ങളില്ലേ, അവർക്കും കൂടി ചെയ്തൂടെ? പിന്നെ നീ മാത്രം എന്തിനാ മോളെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛമ്മേ, അത് വേണ്ട അച്ഛമ്മേ, ഞാനിവിടെ പെട്ടെന്ന് ജോലി ചെയ്ത് തീർത്തോളാം. അച്ഛമ്മ അങ്ങോട്ട് ചെല്ല്, ഞാൻ പിന്നീട് വന്നോളാം അച്ഛമ്മേ എന്ന് സംസാരിച്ചപ്പോഴേക്കും പറ്റില്ല, പോയി ഡ്രസ്സൊക്കെ ചെയ്ത് വാ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അങ്ങനെയും പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് പോവുക. ഇതേ സമയം തന്നെ ഈ ശ്രുതിയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ശ്രുതിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് തന്നെ ആയിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ, ഗിഫ്റ്റ് നമുക്ക് തന്നെ ആയിരിക്കും. ഞാനേ മേക്കപ്പ് ചെയ്ത് കൊടുത്തത് അച്ഛമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് പറയാത്തതാണ്. പിന്നെ സുധി കരിമണിമാലയും മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പം അത് ഉറപ്പായിട്ട് അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി വരികയാണ്. അപ്പോൾ രേവതിയുടെ അടുത്തേക്ക് അച്ഛമ്മയും വരികയാണ്. അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ ഇവിടെ ഇരുന്ന് ഇനി ശരിയാവില്ല, ഞാൻ ഏതായാലും അകത്തേട്ട് പോട്ടെ, അല്ലെങ്കിൽ എന്നോട് അച്ഛമ്മ ജോലി ചെയ്യാനായിട്ട് പറയും അതൊന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പെട്ടെന്ന് കയറി പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കണം, മോളെ രേവതി, നിന്നോട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞാലേ, എന്നിട്ട് എന്താ ചെയ്യാത്തത്? അച്ഛമ്മേ, അത് പിന്നെ പോയി ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് വാ, ഡ്രസ്സൊക്കെ ചെയ്ത് ആഭരണങ്ങൾ ഇട്ടിട്ട് വാ. ആഭരണങ്ങളോ? ഇത് കേട്ട സുധി ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ആഭരണങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും രേവതി സുധിയെ നോക്കുകയാണ്. ഞാൻ ആഭരണം നിന്നോട് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ നീ എന്തിനാ അവനെ നോക്കുന്നത്? എൻ്റെ ആവശ്യമില്ല. ചന്ദ്രൻ നിനക്ക് സ്വർണ്ണങ്ങൾ തന്നില്ലേ? തന്നു അച്ഛമ്മേ,
പിന്നെ എന്താ പ്രശ്നം? ആ ആഭരണങ്ങളെല്ലാം ഇട്ടിട്ട് വാ. ഇവിടെ കുറേ പേര് വരുന്നതല്ലേ, അവരൊക്കെ കാണട്ടെ. വർഷയും ശ്രുതിയും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മോളെ രേവതി, നീ ആഭരണങ്ങൾ ഇട്ടേ മതിയാവുള്ളൂ. നീ ചെന്നേ എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛമ്മേ, ഇവിടെ കുറേ പേരൊന്നും വരുന്നില്ലല്ലോ അച്ഛമ്മേ. ആഭരണങ്ങളൊക്കെ എന്തിനാ വെറുതെ ഇടുന്നത് എന്ന് ചോദിക്കുകയാണ്. ആഭരണങ്ങൾ ഇടണം, ചെല്ല്, ആഭരണങ്ങൾ ഇട്ടിട്ട് വാ എന്ന് പറയാ. ശരി അച്ഛമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഈ രേവതി അകത്തേക്ക് കയറി പോവുകയാണ്. സുധിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നേരെ മുകളിലേക്ക് ചെന്നപ്പോൾ അതിനേക്കാളും ടെൻഷനിൽ നിൽക്കുകയാണ് ചന്ദ്ര. അമ്മേ, ദേ അച്ഛമ്മ പറയാ രേവതിയോട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരാനായിട്ട്. അവളത് സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛമ്മ അത് കവറിങ് ആണെന്ന് തിരിച്ചറിയോ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, നീ പൊയ്ക്കണ്ടേ. ചുമ്മാ മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി വരും വന്നിരിക്കുന്നു. അല്ല, അങ്ങനെ എങ്ങനെ അറിയോ? അതെ, ഏതെങ്കിലും വിധത്തിൽ പിടിക്കപ്പെട്ടാലേ അമ്മ പറഞ്ഞാൽ മതി അമ്മയാണ് ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം തിരിവുമറി ചെയ്തതെന്ന്. എടാ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ പോകുന്നുണ്ടോ? എല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാ കുറ്റങ്ങളും ഇനിയിപ്പോൾ എൻ്റെ തലയിൽ വെക്കാനായിട്ട് ശ്രമിക്കുകയാണോ? ദേ നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയണം. അതല്ല, ഞാനാണെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മേൻ്റെ തലയെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനാണെന്ന് പറഞ്ഞാലും തലയെടുക്കും. അല്ല, ഇനിയിപ്പോൾ അറിയോ? ഒന്നും അറിയാൻ പോകുന്നില്ല. ഗോൾഡ് കവറിങ് ആണെന്നൊന്നും അമ്മ തിരിച്ചറിയില്ലെന്നേ. അല്ല, അഥവാ തിരിച്ചറിഞ്ഞാലോ? തിരിച്ചറിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും. അമ്മേ പോടാ, എൻ്റെ പോനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. നമ്മുടെ രേവതി ആണെങ്കിൽ സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ആ ആഭരണങ്ങൾ ഇടണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഈ ആഭരണം ഇട്ട് അച്ചമ്മയുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവറിങ് ആണെന്ന് അച്ചമ്മ തിരിച്ചറിയോ? തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊളാകും. അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് പറ്റില്ല. അവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകുമല്ലോ. ഇടാതിരുന്നാലോ അതും പ്രശ്നമാകും എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ രേവതി ആ ഒരു ആഭരണം എടുത്ത് കഴുത്തിലേക്ക് ഇടുകയാണ്. അങ്ങനെ ആഭരണം എല്ലാം കഴുത്തിലേക്ക് ഇട്ടിട്ട് നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം അച്ഛമ്മ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ എന്ത് സുന്ദരിയാ മോളെ നീയാ. ആഭരണങ്ങളെല്ലാം ഇട്ടപ്പോൾ എൻ്റെ മോള് ഒന്നുകൂടെ സുന്ദരിയെ. അപ്പോൾ സുധി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആഭരണത്തിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അച്ഛമ്മയുടെ മുഖഭാവം എന്ന് മാറുകയാണ്. എന്തച്ഛമ്മേ, അച്ഛമ്മ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്? ഞാൻ ആഭരണം ഇട്ടല്ലോ. അതല്ല ചന്ദ്ര, നിനക്ക് ആഭരണങ്ങളെല്ലാം തന്നില്ലേ? തന്നല്ലോ, ഞാനെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അച്ഛമ്മേ. പിന്നെന്താ പ്രശ്നം? അല്ല, അവളുടെ കയ്യിലായിരുന്നല്ലോ സ്വർണ്ണാഭരണങ്ങളെല്ലാം. അവളുടെ അല്ലേ സ്വഭാവം, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. അച്ഛമ്മ അങ്ങനെ പറയാ. അച്ഛമ്മേ കുഴപ്പമൊന്നുമില്ല അച്ഛമ്മേ, ഞാൻ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛമ്മ തല കുലുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും കൊള്ളാം, നല്ല രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. പിന്നീട് കാണിക്കുന്ന ശ്രീകാന്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സുധിയാണെങ്കിൽ, എടാ ഇതൊക്കെ എന്തിനാണ്? ഇതെല്ലാം വല്ല ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്? ഇതുകൊണ്ട് തീരാത്തത്. സുധിയേട്ടൻ അങ്ങനെ പറയും, മടി പിടിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് സുധിയേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പച്ചമ്മ പറഞ്ഞപ്പോഴേക്കും, ഇത് കണ്ടോ, ഇതൊക്കെ വേറെ വല്ലരെ ഏൽപ്പിച്ചാൽ പോരായിരുന്നില്ലേ? ഇവരൊന്നും കഴിഞ്ഞിട്ടില്ല അച്ഛമ്മേ, ഇവരിങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി വരികയാണ്. അപ്പോൾ രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, അച്ഛമ്മ എനിക്കിവിടെ കുറേ ജോലികളുണ്ട്, ഇനി ഒരു ജോലിയും ചെയ്യേണ്ട മോളെ രേവതി. നീ അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് പുറത്തിരിക്കുക. അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വരിക. ശ്രുതി വന്നിട്ട്, എന്താ ശ്രുതി, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷനോ? എനിക്കെന്ത് ടെൻഷൻ? എനിക്കറിയാം എന്താ ടെൻഷൻ എന്ന്. എന്ത് ടെൻഷൻ നീ പറ. അതെ, അച്ചമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനല്ലേ? ശരിയാ, നമുക്ക് കിട്ടുമെന്നുള്ള ടെൻഷനായി. നമുക്ക് കിട്ടുമെന്നേ, കാരണം ഞാൻ നല്ല അടിപൊളിയായിട്ടാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അച്ചമ്മയ്ക്ക് കൊടുക്കാൻ സുധി ഒരു കരിമണിമാലയും കരുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും കൊടുക്കില്ല. അപ്പം അച്ചമ്മയെ സന്തോഷിപ്പിക്കുന്നത് നമ്മളായിരിക്കും, ആ ഗിഫ്റ്റ് നമുക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.